സ്ത്രീകൾ ഓടി നടക്കുവാണ് ബാത്റൂമിൽ പോകാനായിട്ട്. എത്ര വർഷം കൊണ്ട് കിടക്കുമെന്നറിയാം അമ്പലം ഇങ്ങനെ കിടക്കുന്നത്. കിട്ടുന്ന എല്ലാം ദേവസ്വം ബോർഡ് കൊണ്ടുപോകുക. മൊത്തം ദേവസ്വം ബോർഡ് ഒരു 10 രൂപ പോലും ദേവസ്വം ബോർഡ് ഈ അമ്പലത്തിലേക്ക് ചിലവാക്കത്തില്ല. ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, അത് നല്ല രീതിയിൽ തന്നുകൊണ്ടിരുന്നത്, അതില്ലാതാക്കി അവർ. അപ്പുറത്തൊരു ബാത്റൂമുണ്ട്, അത് ദേവസ്വം അവിടുത്തെ ജോലിക്കാർക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ബാത്റൂമാണ് അത്. അപ്പോൾ അത് അവരെ ഉപയോഗം കഴിഞ്ഞിട്ട് അത് പൂട്ടിയിടും. സ്ത്രീകൾ ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഓടുന്നത് അറിയാം. 24-ാം തീയതി ഭാഗത്ത് തുടങ്ങും. ഭയങ്കരമായ ജനങ്ങളായിരിക്കും ഇവിടെ വരുന്നത്. ഭയങ്കര ജനം പറഞ്ഞാൽ ഒരുപാട് ജനങ്ങളാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത്. നിങ്ങൾ മാധ്യമങ്ങളോട് വിചാരിച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത ഘട്ടം പണികളോടെ ഒന്ന് ഉത്സാഹിപ്പിച്ച് ചെയ്യാൻ ഒരു വാർത്ത നല്ലതുപോലെ ഒന്ന് കൊടുത്തുകൂടി. നിർവഹണം നടത്താനുള്ള ഒരു സൗകര്യങ്ങളും ഇവിടെ ഇല്ല. അതുകൂടി ഒന്ന് പ്രോത്സാഹിപ്പിച്ച മാധ്യമങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഒന്ന് കണ്ണു തുറന്ന് ഇത് മുന്നോട്ട് കൊണ്ടുവരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തിരുവല്ലാരം മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിലെ ഉപദേശസഭയുടെ സെക്രട്ടറിയാണ് ഞാൻ. എൻ്റെ പേര് സനിൽ. ഇന്ന് രാമായണ മാസം 1-ാം തീയതിയായിട്ട് അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. വ്യാഴാഴ്ചയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. പിന്നെ അമ്പലത്തിനെക്കുറിച്ചുള്ള കുറേ ഐതിഹ്യങ്ങളുണ്ട്. അത് പ്രസിഡൻ്റായ രാധാകൃഷ്ണൻ പറഞ്ഞതായിരിക്കും. ഇത് ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠാപിതമായ അമ്പലമാണെന്നാണ് പുരാണത്തിലും ബാക്കിയുള്ള ഐതിഹ്യത്തിലും പത്രവാർത്തകളിലും എല്ലാം നമ്മൾ 10-40 വർഷമായിട്ട് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പണ്ടത്തെ കാലത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നായിരുന്നു പറയപ്പെടുന്നത്. പിന്നെ 1990-കളിൽ ഇത് മഹാവിഷ്ണു ക്ഷേത്രമായിട്ട് മാറുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രം ആയതിനു ശേഷമാണ് തിരുവല്ലമാരത്ത് ബലിതർപ്പണത്തിന് ഇത്രത്തോളം കാര്യങ്ങളും എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്രമാതീതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നിവൃത്തിയില്ലാത്ത രീതിയിലാണ് ബലിതർപ്പണം നടന്നുകൊണ്ടിരിക്കുന്നത്. 5 ലക്ഷം മുതൽ 6 ലക്ഷം പേര് വരെ കർക്കിടക മാസത്തിൽ വരുന്നെന്ന് പോലീസും പത്രവും അവകാശപ്പെടുന്നത്. അതിങ്ങനെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങളും മിനിങ്ങാന്ന് 15-ാം തീയതി കളക്ടറേറ്റിൽ മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ദേവസ്വം ബോർഡിനെ ഏകോപിപ്പിച്ച് നല്ല രീതിയിൽ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളും ട്രാഫിക്കിലെ കാര്യങ്ങളെക്കുറിച്ചും ഹെൽത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഫുഡ് സേഫ്റ്റി കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നല്ല രീതിയിൽ ചർച്ച നടന്നിട്ടുണ്ട്. ആ രീതിയിൽ നല്ല രീതിയിൽ നടക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ കമ്മിറ്റിക്കാരും നിൽക്കുന്നത്. എന്ത് സഹായം ദേവസ്വം ബോർഡിന് വേണ്ടുന്ന ഏത് രീതിയിലുള്ള സഹായവും ചെയ്യാനും കമ്മിറ്റിക്കാരതിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. കമ്മിറ്റിയെ കൂടി ഏകോപിപ്പിച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്ന ഭഗവത് നാമയത്തിൽ പറയുന്നത്. കർക്കിടകവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ വരുന്ന ഒരു 5 ലക്ഷത്തിന് പുറത്തുള്ള ഭക്തജനങ്ങൾ ഇവിടെ ബലിയിടാൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വളരെ നല്ല രീതിയിൽ നമുക്ക് അവരുടെ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മളുടെ കമ്മിറ്റി അംഗങ്ങളായാലും ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാഫുകളായാലും എല്ലാവരും നല്ല ആയിട്ടാണ് നമുക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് വരുന്ന ഭക്തർക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സൗകര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുക്കങ്ങളൊക്കെ എന്തുമായിട്ടുണ്ട്? എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. പന്തലിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അമ്പലത്തിനകത്ത് ഫുള്ള് പന്തൽ കെട്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അമ്പലത്തിൻ്റെ ബാക്കിൽ ബലിതർപ്പണത്തിനുള്ള പന്തലുകൾ കെട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഭക്തർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുകയാണെങ്കിൽ തന്നെ കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്ന ഒരു കളക്ടറേറ്റ് ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്ത് തിരുവാതിര സമുദ്ര സ്നാനഘട്ടത്തിൽ എത്തിച്ചേരണമെന്നും, വടക്കര ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്നവർ രാമളങ്കര ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് ക്ഷേത്രാങ്കണത്തിൽ എത്തണമെന്നും എന്നുള്ള രീതിയിലുള്ള ട്രാഫിക് കൺട്രോൾ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് 240ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനായിട്ട് നിയമിക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. മാക്സിമം റോഡുകളും നമ്മുടെ ബാക്കിൽ ബലിതർപ്പണം നടന്ന സ്ഥലമെല്ലാം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയും ക്ലീനിങ് എല്ലാം നടക്കുന്നുണ്ട്. ബാക്കി KSEB, വാട്ടർ അതോറിറ്റി എല്ലാം മെഡിക്കൽ സംവിധാനങ്ങളെല്ലാം ഉടനെ എത്തിച്ചേരും. കുഴപ്പമില്ല, എല്ലാം അതിൻ്റെ വഴിക്ക് തന്നെ നടക്കുന്നുണ്ട്. ഈ ഇവിടെ കിടന്ന് ഓട്ടം ഓടുന്ന ഒരു 7-8 വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ കിടന്ന് ആട്ടം ഓടുന്നതാണ്. അപ്പോൾ ഈ ചുറ്റമ്പലം പൊളിച്ചിട്ടിട്ട് ഇത്ര വർഷമായി. ഈ ഇവിടുത്തെ വരുമാനം ഒരുപാട് വരുമാനമുണ്ട്. ഈ ബലിയിടുന്നതിൻ്റെ വരുമാനമുണ്ട്. ഇവിടെ കിടന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു ദിവസത്തെ വരുമാനം ഇവിടെ കിട്ടുന്നത്. ഈ അമ്പലം കിടക്കുന്നത് കണ്ടോ, എത്ര നാളുകൊണ്ട് ഇവിടെ കിടക്കും ഈ അമ്പലം ഇങ്ങനെ. ആരെങ്കിലും അത് വന്നതില്ലേ ഒന്ന് നോക്കിയാൽ ചെയ്തുകൂടായോ? ഓരോരുത്തർ വന്നിട്ട് ഇവിടെ ഒരു ബാത്റൂമില്ല. ഇവിടെ വന്നിട്ട് ഓരോരുത്തർ പിന്നെ സ്ത്രീകൾ ഓടി നടക്കുവാണ് ബാത്റൂമിൽ പോകാനായിട്ട്. ഇത്രയും ഒരു അമ്പലത്തിനകത്ത് കിടന്ന് ലക്ഷക്കണക്കിന് രൂപ വരുമാനമായി ഈ അമ്പലത്തിൽ കണക്കുന്നത്. എത്ര വർഷം കൊണ്ട് കിടക്കുമെന്നറിയാം ഈ അമ്പലം ഇങ്ങനെ കിടക്കുന്നത്. ഒന്നും ചെയ്യത്തില്ല ആരും. കിട്ടുന്ന എല്ലാം ദേവസ്വം ബോർഡ് കൊണ്ടുപോകുക. മൊത്തം ദേവസ്വം ബോർഡ് ഒരു 10 രൂപ പോലും ദേവസ്വം ബോർഡ് ഈ അമ്പലത്തിലേക്ക് ചിലവാക്കത്തില്ല. ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, അത് നല്ല രീതിയിൽ തന്നുകൊണ്ടിരുന്നത്, അതില്ലാതാക്കി അവർ.
സ്ത്രീകളും മറ്റു കുട്ടികളും ഒക്കെ വരുമ്പോഴും പ്രാഥമിക ആവശ്യങ്ങൾ ഒന്നുമില്ല ഇവിടെ, ഒരു കാര്യമില്ല. അപ്പുറത്തൊരു ബാത്റൂമുണ്ട്, അത് ദേവസ്വം അവിടുത്തെ ജോലിക്കാർക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ബാത്റൂമാണ് അത്. അപ്പോൾ അത് അവരെ ഉപയോഗം കഴിഞ്ഞിട്ട് അത് പൂട്ടിയിടും, അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവർ പൂട്ടിയിടും. അത് ഇവരെ ചെയ്യത്തില്ല. അത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ചെന്ന് പറയും. ഒരേ സ്ത്രീകൾ ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഓടുന്നത് അറിയോ. 24-ാം തീയതി വാദം തുടങ്ങും. ഭയങ്കരമായ ജനങ്ങളായിരിക്കും ഇവിടെ വരുന്നത്. ഭയങ്കര ജനം പറഞ്ഞാൽ ഒരുപാട് ജനങ്ങളാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത്. മറ്റു വാഹനങ്ങളൊന്നും ഇവിടെ കടത്തി വിടത്തില്ല. പഴമ അവിടെ വെച്ച് അവർ ക്ലോസ് ചെയ്യും. നമ്മൾ മുണ്ടാലിമുട്ടി ക്ലോസ് ചെയ്യും വണ്ടി. ക്ലോസ് ചെയ്തിട്ട് അവിടെ നടന്നിട്ട് ഭയങ്കര ജനമായിരിക്കും ഇവിടെ വരുന്നത്. ഇതിനോടൊപ്പം ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണമായിട്ട് ബന്ധപ്പെട്ട് നാലമ്പലം ബലിക്കപ്പുര എല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും ദേവസ്വം ബോർഡിൽ നിന്നുണ്ടായിട്ടുണ്ട്. വർക്കൊക്കെ ഓർഡറായി ഇരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പേപ്പർ വർക്ക് മാത്രം നടന്നാൽ മാത്രം മതി. അത് എത്രയും പെട്ടെന്ന് നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ. അതോടൊപ്പം തന്നെ നമ്മുടെ ബലിതർപ്പണത്തിന് വേണ്ടി നമ്മുടെ ദേവസ്വം ബോർഡ് 1 ഏക്കർ 27 സെൻറ്റ് സ്ഥലം ഇപ്പോൾ ദേവസ്വം ബോർഡായിട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് അക്വയറായിട്ട് എല്ലാ പേപ്പറെല്ലാം തയ്യാറായിരിക്കുകയാണ്. അത് ഏകദേശം ഒരു 2 മാസം 3 മാസത്തിനകം നടക്കും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ. വരും വർഷങ്ങളിൽ അതുപോലെ തന്നെ ഈ സ്ഥലവും അമ്പലത്തിൻ്റെ പണിയും എല്ലാം കൂടെ ഒരുമിച്ച് നടക്കാനാണ് സാധ്യത. ബലിതർപ്പണത്തിന് വേണ്ടി ബാക്കിലേക്കായി ഇരിക്കുന്ന സ്ഥലമെല്ലാം പുതിയ മണ്ഡപങ്ങൾ സ്ഥാപിച്ച് ബലിതർപ്പണം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന രീതിക്കാണ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കി ദേവസ്വം ബോർഡിൽ നിന്നുള്ള അറിയിപ്പ് അനുസരിച്ച് നമുക്ക് പറയാം. ഇപ്പോൾ തന്നെ നിത്യേന 1000-1500 പേര് നിത്യവും ബലി തർപ്പണം നടത്തി പോകുന്നുണ്ട്. തിലോഹോമം നടത്തി വഴിപാട് നടത്തി പോകുന്നുണ്ട്. ഇന്നിപ്പോൾ കർക്കിടക മാസത്തിൽ 1-ാം തീയതിയാണ്. ഇത്രത്തോളം ജനത്തിരക്ക് എല്ലാ മാസങ്ങളിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ച് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മേടിച്ചു അല്ലേ അതിൻ്റെ കയറി എപ്പം പോകാം, ഇതിലെ കയറി എപ്പുറം പോകാം. അതിലെ കയറി അടുത്ത മേളമായി കേൾക്കുന്നത്. ഹായ് പറ, ഹായ് ഒരു കൈ നിങ്ങൾ മാധ്യമങ്ങളോട് വിചാരിച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത ഘട്ടം പണികളോടെ ഒന്ന് ഉത്സാഹിപ്പിച്ച് ചെയ്യാൻ ഒരു വാർത്ത നല്ലതുപോലെ ഒന്ന് കൊടുത്തുകൂടി. അവ കൃത്യനിർവഹണം നടത്താനുള്ള ഒരു സൗകര്യങ്ങളും ഇവിടെ ഇല്ല. അതുകൂടി ഒന്ന് മാധ്യമങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഒന്ന് കണ്ണ് തുറന്ന് ഇത് മുന്നോട്ട് കൊണ്ടുവരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നല്ല വരുമാനമുള്ള ക്ഷേത്രമല്ലേ? വരുമാനമുള്ള ക്ഷേത്രമാണ്. പിന്നെ ഇപ്പോൾ കൊല്ലം ജില്ല വെച്ച് നോക്കിയാൽ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രവും തിരുവല്ലാരം മഹാവിഷ്ണു ക്ഷേത്രമൊക്കെ അത് നല്ല സർക്കാരിനും ദേവസ്വം ബോർഡിനൊക്കെ നല്ല വരുമാനം ഉണ്ടാക്കുന്ന ക്ഷേത്രങ്ങളാണ്. ഇപ്പം എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ പൊതുവായി പൊതുജനങ്ങളും മാധ്യമങ്ങളും വേണ്ടപ്പെട്ട അധികാരികളും ഒന്ന് കണ്ണ് തുറന്നാൽ ഈ ക്ഷേത്രം വീണ്ടും ഈ ലോകത്തിലേക്ക് പ്രശസ്തി ആർജിച്ച് വരുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. അതിന് നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം കൂടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.